ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. ബോധം മറിഞ്ഞു കിടക്കുന്ന ആ അർദ്ധനഗ്ന സ്ത്രീ ശരീരത്തിലേക്ക് ആർത്തിയോടവൻ വീണ്ടും വീണ്ടും അണഞ്ഞു. എത്ര ആസ്വദിച്ചിട്ടും കൊതി തീരാത്ത പോലെ അവന്റെ കാമത്തിന്റെ തീക്ഷ്ണതയിൽ ചുവന്നു കിടക്കുന്ന അവളുടെ കവിളുകളിലും ചുണ്ടുകളിലും കൊതി തീരാതെ എന്ന വണ്ണം അവൻ പിന്നെയും പിന്നെയും ചുപ്പിച്ചുകൊണ്ടിരുന്നു. അറിഞ്ഞിട്ടും ആസ്വദിച്ചിട്ടും മതി വരാതെ അവൻ വീണ്ടും ആ ശരീരത്തിന്റെ മൃദുലതകളിൽ അവനെ ചേർത്ത് വെച്ചതും ആ ശരീരം ഒന്ന് ഉലഞ്ഞു. നിയന്ത്രണത്തിനും അപ്പുറം വികാരവുമായി അവൻ ആ സ്ത്രീ ശരീരത്തെ വീണ്ടും കീഴടക്കുമ്പോൾ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരുവൻ തന്നെ സ്വന്തമാക്കി അനുഭവിക്കുന്നതൊന്നും അറിയാതെ അവൾ അബോധാവസ്ഥയിൽ തന്റെ മയക്കം തുടർന്നു. സോറി അമ്മേ, സോറി, ഞാൻ ഇന്നും കുറെ നേരം ഉറങ്ങിപ്പോയി. നേരം പുലർന്നതോ ഇത്രയും സമയമായതോ ഒന്നും ഞാൻ അറിഞ്ഞില്ലമ്മ. ഒരു ക്ഷമാപണത്തോടെ തന്റെ കയ്യിൽ പിടിച്ചു പറയുന്നവളെ ഗൗരിയമ്മ എന്ന് നോക്കി. കൂടുതൽ ഉറങ്ങിയത് കൊണ്ടാണെന്നും തോന്നുന്നമ്മേ. മുഖമൊക്കെ തടിച്ചും ചുവന്നുമല്ലേ ഇരിക്കുന്നത്. വല്ലാത്ത ക്ഷീണവും ശരീരവേദനയും എല്ലാം തോന്നുന്നുണ്ട്, അന്നത്തെ പോലെ തന്നെ. ഇനിയിപ്പോ ഡോക്ടറെ ഒന്ന് കാണണോ അമ്മേ? വല്ല അസുഖവും ഉണ്ടോന്ന് അറിയണമല്ലോ. ഇതിപ്പോൾ 4-5 പ്രാവശ്യമായി ഇതുപോലെ ബോധം കെട്ടുള്ള ഉറക്കവും ക്ഷീണവും എല്ലാം. പല രോഗങ്ങളുടെയും തുടക്കത്തിലെ ലക്ഷണങ്ങൾ ഇതുപോലെ ഉറക്കവും ശരീരക്ഷീണവും എല്ലാം ആണല്ലോ. സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഓരോന്ന് എണ്ണിപ്പെറുക്കുന്നവളെ ഗൗരിയമ്മ കണ്ണെടുക്കാതെ കുറച്ചു നേരം നോക്കി നിന്നു. അവളെ നോക്കി നിൽക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മൂത്ത മകന്റെ ഭാര്യയാണ്. അവന്റെ കൈ പിടിച്ച് ഈ വീടിന്റെ പടി കടന്നു വന്ന നാൾ മുതൽ ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൾ. കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന തന്റെ മകന് ഇണയായും തുണയായും കൂടെ ചേർന്ന് നിൽക്കുന്നവൾ. ഭർത്താവിന്റെ അനിയന്റെ നല്ല ഭാവിക്ക് വേണ്ടി സ്വന്തമായി ഒരു കുഞ്ഞിനെ പോലും ഇപ്പോൾ വേണ്ടാന്ന് തീരുമാനിച്ചവൾ. കഴിഞ്ഞ 3 വർഷമായിട്ട് മരുമകളായിട്ടല്ല, മകളായിട്ട് തനിക്കൊപ്പം ഉള്ളവൾ. ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എന്താണ് ഗൗരിയമ്മേ, രാവിലെ തന്നെ കണ്ണെല്ലാം നിറച്ചു നിൽക്കുന്നത്? ഏട്ടൻ ഈ ആഴ്ച വരില്ലെന്നോ മറ്റോ വിളിച്ചു പറഞ്ഞോ? എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. തിരികെ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുന്നത് വരെ ഏട്ടന്റെ ഉപദേശം സഹിക്കേണ്ടല്ലോ. അടുക്കളയിലേക്ക് വന്നുകൊണ്ട് വിശാലിന്റെ അനിയൻ വിശാഖ് ചോദിച്ചതും ഗൗരിയമ്മ അവന്റെ നടുംപുറം നോക്കി ഒരൊറ്റ അടി കൊടുത്തു. അയ്യോ അമ്മ, എന്റെ പുറം! അമ്മ എന്തടിയാ അമ്മ അടിച്ചത്? എനിക്ക് നന്നായി വേദനിച്ചു. വിശാഖ് തുള്ളിക്കൊണ്ട് പുറം തുടച്ച് അമ്മയോട് ദേഷ്യത്തിൽ ചോദിച്ചു. നിനക്ക് വേദനിക്കാൻ വേണ്ടി തന്നെയാണ് അടിച്ചത്. നിനക്കും ഈ കുടുംബത്തിനും വേണ്ടിയാണടാ അവൻ താലി കെട്ടിയ പെണ്ണിനെ പോലും ഒറ്റയ്ക്കാക്കി കണ്ണും കൈയും എത്താത്തിടത്ത് പോയി ഓരോ ജോലി ചെയ്യുന്നത്. നാട് നീളെ കടം വാങ്ങി നിന്റെ അച്ഛൻ നാടും വീടും ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനൊപ്പം പൊറുതി തുടങ്ങിയപ്പോൾ നിനക്ക് വയസ്സ് 8 ആയിരുന്നു, നിന്റെ ഏട്ടന് 15. അന്ന് നിങ്ങളുടെ വയർ നിറയ്ക്കാനും നിന്റെ അച്ഛന്റെ കടം വീട്ടാനും ഞാൻ പെടാപ്പാട് പെടുന്നത് കണ്ടുകൊണ്ടാ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിന്റെ ഏട്ടൻ കുടുംബം നോക്കാൻ തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ അവൻ തന്നെയാണ് ഈ വീട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് നിന്റെ സ്വപ്നം ഒരു ഡോക്ടർ ആവുകയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിനക്കൊപ്പം നിന്നതാണവൻ. നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും അവന് മടിയില്ല. നിനക്ക് ആകെയുള്ളത് നല്ലവണ്ണം പഠിക്കുക എന്നത് മാത്രമാണ്. അത് നേരെ ചെയ്യാതെ എന്റെ ചെക്കൻ ഉപദേശിക്കുന്നത് തന്നെ അവൻ പറയുന്നത്. അല്ലെങ്കിലും ഇപ്പോൾ പഠനത്തിൽ നീ വളരെ പുറകിലേക്കാണ്. എന്റെ പൊന്നമ്മേ, ഞാൻ അറിയാതെ ഏട്ടന്റെ ഉപദേശത്തെ പറ്റി ഒന്ന് പറഞ്ഞതിന് അമ്മ ഏട്ടനേക്കാൾ വലിയ ഉപദേശിയായി മാറിയല്ലോ. അമ്മയോട് ഒരു പരാതി പോലെ പറഞ്ഞുകൊണ്ട് വിശാഖ് അകത്തേക്ക് തന്നെ തിരികെ നടന്നു പോരും വഴി അവൻ ഏട്ടത്തിയമ്മയെ നോക്കിയൊന്ന് കൺചിമ്മി. ഒരു നിമിഷം അവന്റെ മിഴികൾ അവളുടെ ചുവന്ന് തടിച്ചിരിക്കുന്ന മുഖത്തൊന്ന് തങ്ങി നിന്നുവോ. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ വിശാലിന്റെ അമ്മയും അനിയനും പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുന്ന്. ഗൗരിയമ്മയെ കിട്ടിയെന്നാ കേട്ടത്. ജീവനുണ്ടെന്നും ഇല്ലാന്നും കേൾക്കുന്നുണ്ട്. അനിയൻ ചെക്കനെ പറ്റി വിവരമൊന്നും ഇല്ലത്രേ. നല്ല ഒഴുക്കുണ്ട് പുഴയിൽ. ദൂരേക്ക് ഒഴുകി പോയിട്ടുണ്ടാവുമെന്നാ പോലീസ് പറയുന്നേ. കേട്ടവർ വാർത്ത അറിഞ്ഞ് ഞെട്ടി നിൽക്കുമ്പോൾ ആശുപത്രി ഐസിയുവിനുള്ളിൽ മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങുകയായിരുന്നു ഗൗരിയമ്മ. ആ യാത്രയിൽ അവർ കണ്ടു നിറമിഴികളുമായി കുറ്റബോധത്തോടെ തല കുനിച്ച് തനിക്കരികിൽ നിൽക്കുന്ന വിശാഖിനെ, അല്ല അവന്റെ ആത്മാവിനെ. അവരുടെ ഓർമ്മയിൽ തന്റെ കയ്യിൽ നിന്നകന്ന് ഒരിറ്റ ശ്വാസത്തിനായി കേണ് ഒടുവിൽ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയ അവന്റെ രൂപം തെളിഞ്ഞു. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി വിശാലിന്റെ മുറിയിൽ അവനെ കണ്ട ദൃശ്യവും. അവനെ ഒരു മകനായി കണ്ട സ്വന്തം ഏട്ടന്റെ ഭാര്യയെ മയക്കി കിടത്തി അവരെ പ്രാപിക്കുന്ന അവന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞതും അവരുടെ ശ്വാസഗതി വർദ്ധിച്ചു. ആരൊക്കെയോ തനിക്കരികിലേക്ക് ധൃതിയിൽ വരുന്നതും തന്നിലേക്ക് മരുന്നുകൾ കുത്തിവെക്കുന്നതും ആ അബോധാവസ്ഥയിലും അവർ അറിയുന്നുണ്ടായിരുന്നു. സ്വന്തം മകനെ പോലെ നിന്നെ സ്നേഹിച്ച നിന്റെ ഏട്ടനോടും അവന്റെ പെണ്ണിനോടും നീ ചെയ്ത തെറ്റിന് മാപ്പില്ല. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും നിനക്കില്ല വിശാഖ്. അതുകൊണ്ട് തന്നെയാണ് ഒഴുക്കുള്ള ആ പുഴയിലേക്ക് നിന്നെ ഞാൻ തള്ളിയിട്ടത്. രക്ഷപ്പെടാനായി എന്റെ കയ്യിൽ പിടിച്ച നിന്നെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ കുഴഞ്ഞെറിഞ്ഞതും നിന്റെ മരണം ഉറപ്പിക്കാനാണ്.
നിനക്ക് മാപ്പില്ല ഒരിക്കലും. സ്വന്തം വീട്ടിലെ സ്ത്രീയെ പോലും കാമത്തിന്റെ കണ്ണിൽ കാണുന്ന നീയൊന്നും ഒരിക്കലും ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർ ആവാൻ പാടില്ല. നിനക്കതിനുള്ള അർഹതയില്ല. എന്റെ മരണത്തിനപ്പുറം പോലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല വിശാഖ്. അലയണ നീ ഗതി കിട്ടാതെ. ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവായി തന്റെ അമ്മയ്ക്കരികിൽ അവരുടെ കനിവിനായി കാത്തുനിന്ന വിശാഖ് തിരിച്ചറിയുകയായിരുന്നു തന്റെ അമ്മ തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന സത്യം. മരണത്തിനപ്പുറം ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവായി അലയാനാണ് തന്റെ വിധിയെന്ന്. ചെയ്തു പോയ തെറ്റിൽ നീറി അവൻ എരിഞ്ഞു. അപ്പോൾ അങ്ങ് ദൂരെ ആരുടെയും കണ്ണെത്താത്ത ഒരിടത്ത് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ അവന്റെ ശവശരീരം അനാഥമായി കിടന്നിരുന്നു. ചെയ്ത തെറ്റിന്റെ പാപഭാരവും പേറി